പ്രത്യേകിച്ച് പത്തനംതിട്ട രൂപത അധ്യക്ഷൻ അഭിമന്യു സാമുവൽ മാർ ഐറേനിയസ് മെത്രാപ്പോലീത്ത, കരയരുതെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നു. കുർബാനയ്ക്കൊക്കെ പിടിച്ചു നിന്നു, പക്ഷേ എന്താ അറിയില്ല. പിതാവേ, ഞാൻ ഇട്ടിരിക്കുന്ന കുർബാന കുപ്പായത്തിന് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് പിതാവിനോടാണ്. ദൂർത്തപുത്രനെ അനുദപിച്ച് തിരികെ വന്നപ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച പിതാവിനെ പോലെ യഥാർത്ഥ ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ എന്നെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് പിതാവാണ്. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് അഭിമന്യു പിതാവ്. ഒരു അപ്പനോടടുത്ത സ്നേഹവും സ്വാതന്ത്ര്യവുമാണ് പിതാവ് എനിക്ക് നൽകിയത്. എന്നെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കൈ പിടിച്ച് ഉയർത്തിയത് പിതാവാണ്. പിതാവ് എനിക്ക് നൽകിയ എല്ലാ പ്രോത്സാഹനത്തിനും സ്നേഹത്തിനും തിരുത്തലിനും എൻ്റെ ആത്മാർത്ഥമായ നന്ദി പിതാവെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഈ സമയം അറിയിക്കുന്നു. അഭിമന്യ ക്രിസോസ്റ്റം പിതാവ് എന്നെ സെമിനാരിയിലേക്ക് സ്വീകരിച്ചത് പിതാവാണ്. ഇപ്പോഴും ഒരു വല്യപ്പച്ചനെ പോലെ വാത്സല്യം നൽകി ഞങ്ങളെ വളർത്തുന്ന പിതാവ് തക്ക സമയത്ത് വേണ്ട തിരുത്തലുകൾ തന്ന് എന്നെ നയിച്ച അഭിമന്യ ക്രിസോസ്റ്റം പിതാവിനെ ഏറെ സ്നേഹത്തോടെ സമയം നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട വികാരി ചെറുനാളച്ചൻ മോശഞ്ഞോർ വർഗീസ് കാലായിൽ വടക്കേതിലച്ചൻ, ഇപ്പോൾ അച്ഛൻ സ്ഥലത്തില്ല എങ്കിലും എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട അച്ഛനാണ്. പ്രത്യേകിച്ച് തിരുപ്പട്ടത്തിന് ഒരുങ്ങുമ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ തന്ന് വേണ്ട സമയത്ത് വിളിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി ഈ ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയാക്കി തീർത്ത ബഹുമാനപ്പെട്ട കാലായിൽ വടക്കേതിലച്ചനോടുള്ള സ്നേഹവും നന്ദിയും സമയം ഞാൻ അറിയിക്കുന്നു. ഒപ്പം പത്തനംതിട്ട കൂരി അംഗങ്ങളെ എല്ലാവരെയും ഇതിനോടൊപ്പം ഓർക്കുന്നു, നന്ദി അറിയിക്കുന്നു. എല്ലാ ജില്ലാ വികാരിമാരെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇനി നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് പത്തനംതിട്ട രൂപതയിലെ എല്ലാ വൈദികരോടുമാണ്. എന്നെ പൗരോഹിത്യത്തിൽ ബലപ്പെടുത്തി മുന്നോട്ട് നയിക്കുന്ന ഈ വൈദിക കൂട്ടായ്മയാണ്. നിങ്ങൾ തരുന്ന കരുതലിനും വാത്സല്യത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഒപ്പം ഇന്നും ഇന്നലെയും ശുശ്രൂഷയ്ക്ക് സഹായിച്ച ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ, തോമസ് വടക്കേക്കര അച്ഛൻ, ഞങ്ങളുടെ റക്ടർ അച്ഛൻ ആമ്പശ്ശേരി അച്ഛൻ, സിജോ അച്ഛൻ തുടങ്ങിയ എല്ലാ വൈദികരും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഒപ്പം ഇന്ന് ഈ അനുമോദന സമ്മേളനത്തിന് ഇവിടെ ആശംസകൾ അറിയിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആനക്കല്ലിൽ അച്ഛനോടുള്ള സ്നേഹം, അതിനോടൊപ്പം സ്റ്റീനോ അച്ഛനെ ഓർക്കുന്നു, ബെന്നി അച്ഛനെയും പ്രത്യേകം ഓർക്കുന്നു. ബഹുമാനപ്പെട്ട മുൻ വികാരി അച്ഛന്മാർ സ്നേഹത്തോടെ എല്ലാവരെയും ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട യോഹന്നാൻ മുളമുടിലച്ഛൻ ഇന്നലെ അച്ഛനുണ്ടായിരുന്നു. ബാബുലി മേപ്പുറത്ത് അച്ഛൻ ഇന്നലെയും ഇന്നും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജോൺ തുണ്ടിത്ത് കോറപ്പിസ്കോപ്പ അച്ഛൻ, ആലിമൂട്ടിൽ അച്ഛൻ, ആൻഡോ അച്ഛൻ, മണ്ണിലച്ഛൻ, ഷാജി മാണികുളം അച്ഛൻ എന്നിവരെ പ്രത്യേകം ഓർക്കുന്നു. ബഹുമാനപ്പെട്ട മോനിയച്ഛനാണ് എന്നെ സെമിനാരിലേക്ക് പോകാൻ ഒരുക്കിയത്. അച്ഛനിപ്പോൾ അത് ലൈവ് കാണുന്നുണ്ട്. അച്ഛൻ നൽകിയ പ്രോത്സാഹനം ഇന്നും തുടരുന്നുണ്ട്. ഏറെ സ്നേഹത്തോടുകൂടി അച്ഛനെ ഓർക്കുന്നു. ഇടവകയിലെ ബഹുമാനപ്പെട്ട വൈദികർ ഏറെ സ്നേഹത്തോടുകൂടി എല്ലാവരെയും ഓർക്കുകയാണ്. കുളങ്ങര അച്ഛൻ മുതൽ എല്ലാവരെയും, ജോൺ OAC അച്ഛൻ, തോമസ് വട്ടപ്പറമ്പിലച്ഛൻ, സാബു കുളങ്ങരച്ഛൻ, ജോൺ ചെരുവിരടത്തിലച്ഛൻ, സജി വട്ടപ്പറമ്പിലച്ഛൻ, ശ്രീബാദാസ് അച്ഛൻ, ബിന്നി അച്ഛൻ, ജോയലച്ഛൻ, ജസ്റ്റ് അച്ഛൻ, ഒപ്പം ഇടവയിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സായ സിസ്റ്റർ യൗസേബിയ, സിസ്റ്റർ ചെറുപുഷ്പ എന്നിവരെയും പ്രത്യേകം ഓർക്കുന്നു. എൻ്റെ ദൈവവിളി പരിശീലന കാലത്ത് എന്നും നിങ്ങൾ എനിക്ക് തണലായിരുന്നു, താങ്ങായിരുന്നു. ഒരുപാട് നന്ദിയോടുകൂടി ഓർക്കുകയാണ് എല്ലാവരെയും. തിരുപ്പട്ടം ബലിയർപ്പണ ശുശ്രൂഷകൾ കടന്നു വന്ന മറ്റെല്ലാ രൂപതകളിലെയും മറ്റ് റെയ്ത്തുകളിലെയും സഹോദരി സഭകളിലെ എല്ലാ അച്ഛന്മാരെയും, ബഹുമാനപ്പെട്ട ബദനി കപ്പൂച്ചിൻ ആശ്രമങ്ങളിലെ അച്ഛന്മാരെയും ഏറെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. ഒപ്പം ഞാൻ പഠിച്ച മേരിമാതാ മേജർ സെമിനാരി തൃശ്ശൂരിൽ നിന്നും കടന്നു വന്ന ബഹുമാനപ്പെട്ട മര്യാദാസ് അച്ഛൻ രാവിലെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അച്ഛനെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. ഇനി ഓർക്കാനുള്ളത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. കുടുംബാംഗങ്ങളായ സിസ്റ്റർ അഗാപ്പെ, സിസ്റ്റർ ഹൃദ്യ, സിസ്റ്റർ ആൻസെറ്റ് എന്നിവരെ ഏറെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. പ്രത്യേകിച്ച് ബദനി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദറിനെയും സിസ്റ്റേഴ്സിനെയും, ബഹുമാനപ്പെട്ട വിൻസേഷൻ സിസ്റ്റേഴ്സ്, മദർ ജോയി മരിയയുടെ നേതൃത്വത്തിലുള്ള എല്ലാ സിസ്റ്റേഴ്സിനെയും ഓർക്കുന്നു. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഈശോയെ കോറിയിട്ട് തന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. ഏറെ സ്നേഹത്തോടുകൂടി
എൻ്റെ ദൈവവിളി പ്രോത്സാഹിപ്പിച്ച് വളർത്തിയ ബദനിയിലെയും സ്നേഹഭവനിലെയും എല്ലാ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും സ്നേഹപൂർവ്വം ഈ സമയം ഓർക്കുന്നു. ഇന്ന് അൾത്താര ഏറ്റവും ഭംഗിയാക്കി തീർത്തത് പ്രിയപ്പെട്ട ഈ ഇടവകയിലെ സ്വന്തമായ ജോയ് സിസ്റ്ററും മെർലിൻ സിസ്റ്ററുമാണ്. ഒപ്പം അൻസെറ്റ് സിസ്റ്ററും ഷാലി സിസ്റ്ററും അവരെ സഹായിച്ചിരുന്നു. ഒപ്പം പ്രിയപ്പെട്ട റിജോയും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഏറെ സ്നേഹത്തോടു കൂടി ജോയ് സിസ്റ്ററിനെയും മെർലിൻ സിസ്റ്ററിനെയും ഞാൻ ഈ പട്ടത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം വിളിച്ചത് അവരെയാണ്. കാരണം നമുക്കറിയാം, പട്ടം ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്ന അൾത്താരയും മദ്ബഹായും അതിനോടുള്ള അവിടുത്തെ ഒരുക്കങ്ങളാണ്. അപ്പം ആരും അറിയാതെ അതിനുവേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ് ആ സിസ്റ്റേഴ്സ്. ഹൃദയത്തിൽ നിന്ന് സിസ്റ്റേഴ്സിന് നന്ദി പറയുന്നു. വൈദിക പരിശീലനം ഒരു നീണ്ട കാലയളവിലൂടെ കടന്നു പോകുന്ന ഒരു പ്രക്രിയയാണ്. അനേകം പേരുടെ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് ഒരു വൈദികൻ. ഞാൻ സെമിനാരി പ്രവേശിച്ചത് മുതൽ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് ബലം നൽകി, തിരുത്തലുകൾ നൽകി പഠിപ്പിച്ച എല്ലാ ഗുരുഭൂതരെയും ഏറെ സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. മൈനർ സെമിനാരി റെക്ടേഴ്സ് ആയിരുന്ന ബഹുമാനപ്പെട്ട വർഗീസ് കൂത്തനേത്ത് അച്ഛനാണ് എൻ്റെ ആദ്യത്തെ റെക്ടർ. ബഹുമാനപ്പെട്ട സാം ജെയിംസ് എങ്ങാട്ട് അച്ഛൻ, ബഹുമാനപ്പെട്ട ശ്രീവാദാസ് അച്ഛൻ, ലൂസ് ചാമക്കാല കോറപ്പിസ്കോപ്പ സിജോ അച്ഛൻ, ഇപ്പോൾ സേവനം ചെയ്യുന്ന സെബാസ്റ്റ്യൻ ആമ്പശ്ശേരി കോറപ്പിസ്കോപ്പ അച്ഛൻ, എൻ്റെ പരിശീലനത്തെ അവസാന നാളുകൾ എന്നെ നയിച്ച സിജോ അച്ഛനെ നന്ദിയോടുകൂടി പ്രത്യേകം ഓർക്കുകയാണ്. ഒപ്പം ആമ്പശ്ശേരി അച്ഛൻ പ്രത്യേകം ഓർക്കുന്നു. ദിവസങ്ങളെല്ലാം എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഓർമ്മപ്പെടുത്തി അങ്ങനെ ഒപ്പമായിരുന്ന റെക്ടറച്ഛനോടും മുൻ റെക്ടറച്ഛന്മാരോടും വൈസ് റെക്ടറച്ഛന്മാരോടുമുള്ള നന്ദി എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ സമയം ഞാൻ അറിയിക്കുന്നു. ഞാൻ ഫിലോസഫി തിയോളജി പഠനം പൂർത്തീകരിച്ചത് തൃശ്ശൂർ മേരിമാത സെമിനാരിയിൽ നിന്നും തിരുവനന്തപുരം മലങ്കര മേജർ സെമിനാരിൽ എന്നിവിടങ്ങളിൽ നിന്നുമാണ്. ഇവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരെ എല്ലാവരും ഓർക്കുന്നു. പ്രത്യേകിച്ച് മലങ്കര മേജർ സെമിനാരി റെക്ടർ ബഹുമാനപ്പെട്ട ജിജി ഫിലിപ്പ് അച്ഛൻ ഇന്നലെ എന്നെ വിളിച്ച് അച്ഛൻ്റെ ആശംസകൾ അറിയിച്ചു. അച്ഛനെ ഏറെ സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. അടുത്തതായി നന്ദിയോടുകൂടി ഓർക്കുന്നു ബഹുമാനപ്പെട്ട രൂപതയുടെ പ്രൊക്രേറ്റർ ജിൻസ് മേപ്പുറത്തച്ഛനെയാണ്. പട്ടംകുട ശുശ്രൂഷകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത് ജിൻസച്ഛനാണ്. അച്ഛനോട് ക്രമീകരണങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ വളരെ സ്നേഹത്തോടെ ഒരു മടിയും കൂടാതെ എല്ലാം ഒരുക്കി തന്നു. ബഹുമാനപ്പെട്ട ജിൻസ് അച്ഛനോട് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി സമയം ഞാൻ അറിയിക്കുന്നു. ഇനിയും ഞാൻ ഓർക്കുന്നത് പിതാവിൻ്റെ സെക്രട്ടറിമാരായിരുന്ന ബഹുമാനപ്പെട്ട ടോഷച്ചനെയും അയ്യവാനച്ഛനെയുമാണ്. എല്ലാ പിന്തുണ നൽകിയ ടോഷച്ചൻ, അതുപോലെ അയ്യവാനച്ഛൻ ഇന്ന് എന്നോടൊപ്പം, അച്ഛന് കൈ വയ്യാതിരിക്കുകയാണ്, എന്നിരുന്നാലും മൈക്ക് പിടിക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ പരിശീലന സമയം മുതൽ ഇന്ന് ഈ സമയം വരെ എനിക്ക് ഏറ്റവും അധികം കൂട്ടായിട്ടുണ്ടായിരുന്ന ഒരു ജ്യേഷ്ഠ വൈദികനാണ് ബഹുമാനപ്പെട്ട അയ്യവാനച്ഛൻ. അച്ഛൻ എനിക്ക് തന്ന എല്ലാ നന്മകൾക്കും, എനിക്ക് ചെയ്ത എല്ലാ ശുശ്രൂഷകൾക്കും എത്ര നന്ദി പറഞ്ഞാലും അതിന് വാക്കുകളില്ല, അല്ലെങ്കിൽ അതിന് സമയം പോരാ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒറ്റ വാക്കിൽ ബഹുമാനപ്പെട്ട അയ്യവാനച്ഛനുള്ള സ്നേഹം നന്ദി ഈ സമയം അറിയിക്കുന്നു. എന്നെ കുർബാനയും മറ്റ് കൂദാശകളും പഠിപ്പിച്ച് ബഹുമാനപ്പെട്ട ഫെലിക്സ് അച്ഛനും ഒപ്പം ഡീക്കൻ സ്റ്റാൻലിയുമാണ്. നന്ദിയോടുകൂടി അവരെ ഈ സമയം ഓർക്കുന്നു. ഈ വൈദിക പട്ടം ശുശ്രൂഷയ്ക്കും ആദ്യ ദിവ്യ ബലിയർപ്പണത്തിനും ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് കത്തീഡ്രൽ വികാരി ബഹുമാനപ്പെട്ട ജോൺസൺ പാറക്കലച്ചനോടാണ്. പട്ടംകുട അതിനെപ്പറ്റി ആലോചനകൾ വന്നപ്പോൾ, ക്രമീകരണങ്ങളെപ്പറ്റി ആലോചനയൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായി എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതെങ്ങനായി തീരും, എന്തായി തീരും എന്നുള്ളതിന്. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് 2 ദിവസമായിട്ട് നടത്തുന്നത്. അങ്ങനെ ആകുലതകൾ എനിക്ക് സ്വാഭാവികമായിട്ട് വന്നു. എന്തു തന്നെയായാലും എങ്ങനെയായിരുന്നാലും ഏറെ സ്നേഹത്തോടുകൂടി ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട പാറക്കലച്ചൻ എല്ലാം ഇന്നലത്തെ ശുശ്രൂഷകളും ഇന്നത്തെ ഈ സമയം വരെയുള്ള എല്ലാ ക്രമീകരണങ്ങളും അതിന് യാതൊരു ബുദ്ധിമുട്ടോ കുറവോ ഇല്ലാതെയാണ് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജോൺസൺ പാറക്കലച്ചൻ അതിനുവേണ്ട നേതൃത്വം നൽകിയത്. കഴിഞ്ഞ ദിവസം പട്ടംകുട ശുശ്രൂഷയുടെ പ്രാക്ടീസ് വന്നപ്പോൾ എന്നെ ചേർത്തിട്ട് പറഞ്ഞു, പ്രവീണ നീ വേറൊന്നും ടെൻഷൻ അടിക്കണ്ട, നീ വന്ന് പട്ടം സ്വീകരിക്കുക, വിശുദ്ധ കുർബാന ചെല്ലുക, ബാക്കിയെല്ലാം ഞാനും നമ്മുടെ ഇടവക്കാരും ചെയ്തു കൊള്ളാമെന്നൊരു വാക്ക് അച്ഛനോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതൊരു വലിയ ആശ്വാസമാണ്. അച്ഛനോട് എത്ര നന്ദി പറഞ്ഞാലും ബഹുമാനപ്പെട്ട വികാരി അച്ഛനോട്, അച്ഛനിവിടെ ഇല്ല മുങ്ങിയും തോന്നുന്നു, അച്ഛനോട് നന്ദി പറയാൻ മനസ്സിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്നാണ്, സമയമില്ലാത്തതുകൊണ്ടാണ്. എന്നിരുന്നാലും ബഹുമാനപ്പെട്ട ജോൺസൺ പാറക്കലച്ചനോട് ഏറെ സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി ഈ സമയം ഞാൻ അച്ഛനെ ഓർക്കുന്നു. അച്ഛൻ ഞാനിവിടെ ബ്രദറായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഡീക്കനായിരുന്നപ്പോൾ അച്ഛൻ തന്ന നല്ല മാതൃകയുണ്ട്, നല്ല പ്രോത്സാഹനങ്ങളുണ്ട്, ഊർജ്ജമുണ്ട്. എൻ്റെ പൗരോഹിത്യത്തിൽ എന്നും അച്ഛൻ്റെ പ്രോത്സാഹനവും അച്ഛൻ്റെ മാതൃകവും എനിക്ക് മുതൽക്കൂട്ടാണ്. വികാരിച്ചനോടൊപ്പം എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകിയത് ഇടവകയുടെ ട്രസ്റ്റി ജോസ്ചാനും സെക്രട്ടറി സജിച്ചാനുമാണ്. ഒപ്പം കമ്മിറ്റി അംഗങ്ങൾ, ഇടവകയിലെ എല്ലാ സംഘടനകളും, സൺഡേ സ്കൂൾ, MCYM, മാതൃവേദി, പിതൃവേദി, വിൻസെൻ്റ് ഇപ്പോൾ, ലീജൻ ഓഫ് മേരി, പ്രാർത്ഥനാ കൂട്ടായ്മകൾ,
എല്ലാവരെയും പ്രത്യേകം ഓർക്കുകയാണ്. നിങ്ങൾ കണ്ടതാണല്ലോ അവരെല്ലാം സ്നേഹം. ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഇടവകയുടെ പ്രാർത്ഥന മൂലമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒത്തിരി അമ്മച്ചിമാരും അപ്പച്ചന്മാരും എന്നോട് അധികം ഒന്നും മിണ്ടിട്ടില്ലെങ്കിൽ പോലും ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും, എല്ലാ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും പ്രത്യേകിച്ച് യുവജനങ്ങളെ ഓർക്കുകയാണ്. യുവജനങ്ങളും അമ്മമാരും കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ തകൃതിയായിട്ടുള്ള ക്രമീകരണങ്ങളാണ്. കുറേ പേർക്കൊക്കെ വയ്യാതായെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ ക്ലീനിങ്ങുകൾ, അതുപോലെ MCYM യുവജന സുഹൃത്തുക്കൾ നമുക്ക് ഈ കാണുന്ന എല്ലാ അലങ്കാരങ്ങളും അല്ലെങ്കിൽ ഈ പട്ടം കുടയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നത് അവരുടെ നേതൃത്വത്തിലാണ്. രാത്രി വൈകിയും ഇവിടെ എല്ലാ ക്രമീകരണങ്ങൾക്കും ഉണ്ടായിരുന്നു. അവരെന്നെ വിളിച്ച് ചോദിച്ചു, ശമാശ എന്നാണ് ചെയ്യേണ്ടത്, ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണെന്ന് പറഞ്ഞ് എന്നോടൊപ്പമായിരിക്കുന്ന MCYM യുവജന സുഹൃത്തുക്കൾ, ഞാൻ അവരോടൊപ്പമായിരുന്നു. ഇനിയിപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഏറെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ പട്ടം കൂടെയും വിശുദ്ധ കുർബാനയും ഏറെ സ്നേഹത്തോടു കൂടി എല്ലാം ഭംഗിയായി ക്രമീകരിച്ചത്. എല്ലാ MCYM യുവജന സുഹൃത്തുക്കൾക്കും അമ്മമാർക്കും പ്രത്യേകം നന്ദി. അതുപോലെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന സാബുച്ചാനം പ്രത്യേകം ഈ സമയം ഓർക്കുകയാണ്. അതുപോലെ ഞാൻ ദൈവവിളി സ്വീകരിച്ച് പരിശീലനത്തിനായിരിക്കുന്ന സമയം മുതൽ എന്നോടൊപ്പം അല്ലെങ്കിൽ ഞാൻ സെമിനാരിൽ പോയതിന് ശേഷം സെമിനാരിയിൽ കടന്നു വന്ന എബിൻ ബ്രദറിനെ പ്രത്യേകം ഓർക്കുകയാണ്. എബിൻ ബ്രദർ എല്ലാ കാര്യങ്ങളും വളരെ സൈലൻ്റായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇപ്പം അദ്ദേഹം അരമന റീജൻസിയാണ്. പക്ഷേ പട്ടത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അത് A to Z കാര്യങ്ങൾ ചോദിച്ച് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനോട് വിളിച്ച് പറഞ്ഞ് എല്ലാ ക്രമീകരണങ്ങൾക്കും എബിനുണ്ടായിരുന്നു. ഒപ്പം അതിലുമുപരി എബിൻ്റെ ഒരു പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തുന്ന ഒരു ബ്രദറാണ്. എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ എബിൻ വളരെ സ്നേഹത്തോടു കൂടി എന്നെ താങ്ങി. എബിനെയും ഏറെ സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. അദ്ദേഹം ഒരു വിശുദ്ധനായ വൈദികനാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം അരമനയിൽ റീജൻസി ചെയ്യുന്ന ശമ്മാശന്മാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തൃശ്ശൂരിൽ നിന്ന് വന്നപ്പോൾ രാത്രി 1 മണി വരെ ശമ്മാശന്മാർ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ അവർ ബാക്കി സ്റ്റേ ആയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ, ബാക്കി എല്ലാ ക്രമീകരണങ്ങൾക്കും അരമനയിലെ റീജൻസി ശമ്മാശന്മാർ ഷിജിനും ഒപ്പം എബിനും ഉണ്ടായിരുന്നു. ഒപ്പം അവരോടൊപ്പം ഏറെ പ്രത്യേകിച്ച് റോഷി വിജയിച്ചാൻ അരമനയിലെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. റോഷിയെയും വിജയിച്ചാൻ ഏറെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. അവിടെ ശുശ്രൂഷ ചെയ്യുന്ന റിനിച്ചാനെയും ലുബിച്ചാനെയും കൊച്ചുമുഞ്ചാനെ ഏറെ സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ്. ഇനി വളരെ പ്രത്യേകമായിട്ടും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്ന 2 വ്യക്തികളുണ്ട്. ഒന്ന് ഏറ്റവും ബഹുമാനപ്പെട്ട ജസ്റ്റിൻ അച്ഛനാണ്. സെമിനാരിയിലേക്ക് പോകുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ജസ്റ്റിൻ അച്ഛൻ. എന്നും ഒരു സഹോദരനെ പോലെ എൻ്റെ വേദനകളിലും സന്തോഷങ്ങളിലും കൂടെ നിന്ന് എന്നെ ബലപ്പെടുത്തിയ ജസ്റ്റിൻ അച്ഛനെ നന്ദിയോടുകൂടി ഈ സമയം ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം ഞാൻ ഏറെ സ്നേഹത്തോട് ഓർക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീവദാസ് അച്ഛനാണ്. ചിലർ വരുമ്പോൾ കരച്ചിൽ വരും, ചിലർ വരുമ്പോൾ കരച്ചിൽ വരത്തില്ല. അങ്ങനല്ല, അച്ഛനോട് പ്രത്യേക അടുപ്പം എനിക്കുണ്ട്. എന്നും അത്ഭുതത്തോടെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ശ്രീവാച്ചൻ. എൻ്റെ മൈനർ സെമിനാരിയിലാണ് ഞാൻ അച്ഛനെ ആദ്യം പരിചയപ്പെടുന്നത്. എൻ്റെ ദൈവവിളിയിൽ ഇത്രയധികം വില നൽകിയ ഒരു വൈദികൻ ഇല്ല. ഒത്തിരി സ്നേഹത്തോടെയാണ് അച്ഛനെ കാണുന്നത്. ഓരോ പ്രാവശ്യം അവധി കഴിഞ്ഞ് ഞാൻ തിരികെ സെമിനാരിയിലേക്ക് പോകുമ്പോൾ മടി കാണിക്കുമ്പോഴും 1-2 ദിവസങ്ങൾ താമസിച്ച് ചെല്ലുമ്പോഴും ഒരു പരിഭവം കൂടാതെ ദേഷ്യം കൂടാതെ എന്നെ ചേർത്ത് പിടിച്ച് പ്രോത്സാഹിപ്പിച്ച ബഹുമാനപ്പെട്ട ശ്രീപാദാസ് അച്ഛനെ, അച്ഛാ എനിക്ക് വേണ്ടി അർപ്പിച്ച പ്രാർത്ഥനകളും ബലികളും അതിൻ്റെ കൂടെ ഉത്തരമാണ് ഞാനിവിടെ നിൽക്കുന്നത്. നന്ദിയോടെ ഓർക്കും. പെട്ടെന്ന് നിർത്താം, തീരാറായി. ഒപ്പം ഇന്നലെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആണ് ഗായക സംഘം ശുശ്രൂഷകൾക്ക് സഹായിച്ചത്. ഏറെ സ്നേഹത്തോടുകൂടി അച്ഛനെയും ഗായക സംഘത്തെയും ഏറെ നന്ദിയോടുകൂടി സമയം ഓർക്കുന്നു.
തിരുപ്പട്ട ഒരുക്കധ്യാനം നൽകിയത് ബഹുമാനപ്പെട്ട അഭിഷേകാഗ്നി ധ്യാന കേന്ദ്രത്തിലെ വിനോയച്ചനാണ്. ഒപ്പം വട്ടായിൽ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ടീമിനെ ഏറെ സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ഒരുക്കിയ ബഹുമാനപ്പെട്ട മുണ്ടുകോട്ടയ്ക്കൽ ആശ്രമത്തിൽ മാത്യു അച്ഛനെയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ അച്ഛന്മാരെയും നന്ദിയോടുകൂടി സമയം ഓർക്കുന്നു. ലൈവ് ഫോട്ടോഗ്രാഫി, സൗണ്ട് സിസ്റ്റം, പന്തൽ, ഫുഡ് എന്നിവ ക്രമീകരിച്ച സാന്തോം കമ്മ്യൂണിക്കേഷനിൽ ലിജോ ചേട്ടൻ, റോബിൻ മോൻസി ചേട്ടൻ, ആപ്പിൾ ഇവൻസ് ഇതിലെ സിജിൻ ചേട്ടൻ എന്നിവരെയും നന്ദിയോടുകൂടി സമയം ഓർക്കുന്നു. എന്നെ പഠിപ്പിച്ച ഹോളി ഏഞ്ചൽസ് മോഡൽ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും ഇന്നലെ കുറേ അധികം പേര് വന്നിരുന്നു. ഇന്നും ടീച്ചേഴ്സ് ഉണ്ട്, അവരെയും സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. അപ്പം കുന്നത്ത് കുടുംബം, കൊല്ലംപറമ്പിൽ കുടുംബാംഗങ്ങൾ എല്ലാവരെയും, ഒരുപാട് പേര് ബന്ധുക്കളായിട്ടുള്ളവർ ഇന്നും ഇന്നലെയുമായിട്ട് വിദൂരങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. അവരൊക്കെ എന്നോടും കുടുംബത്തോടുമുള്ള സ്നേഹത്തെ പ്രതിയാണ് വന്നത്. കുന്നത്ത് കുടുംബത്തിലെയും ആരെയും പേരെടുത്ത് പറയുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും വിട്ടുപോകുമെന്നുള്ളത് കൊണ്ടാണ്. കുന്നത്ത് കുടുംബത്തിലെയും കൊല്ലംപറമ്പിൽ കുടുംബത്തിലെയും എല്ലാവരെയും എനിക്ക് തന്ന ബലവും ശക്തിയും പിന്തുണയും എന്നും നിങ്ങളാണ്. എല്ലാ കുടുംബാംഗങ്ങളെയും ഏറെ സ്നേഹത്തോടുകൂടി സമയം ഓർക്കുന്നു. നമ്മുടെ കത്തീഡ്രൽ ഇടവകയിലെ സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും നന്ദി. വേറെ പ്രത്യേകിച്ച് ഓർക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഇന്നലത്തെ പട്ടംകുട ശുശ്രൂഷകൾക്ക് സാധാരണ ക്രമീകരണം പോലെയല്ല. ഇന്നലത്തെ ക്രമീകരണങ്ങൾ ഇടവകയിൽ നിന്നാണ്. ഇവിടെ വന്ന അതിഥികളായിട്ടുള്ള എല്ലാവർക്കും ഭക്ഷണം നൽകിയത് നമ്മുടെ ഇടവകയാണ്. ഇടവക ആണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ചെയ്തത്. അതിന് ഏറെ സ്നേഹത്തോടുകൂടി ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടും ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, ഇടവകയോടും ഇന്നലത്തെ ഭക്ഷണം ക്രമീകരിച്ചതിന് ഒരു പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ദിവസങ്ങളിൽ ഞങ്ങളിൽ നിന്ന് കടന്നുപോയ ഒരു 3 വ്യക്തികൾ, സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ട 3 വ്യക്തികളുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മരിച്ചുപോയ ഞങ്ങളുടെ അമ്മച്ചി, ഒപ്പം ടിൻറ്റി ചേച്ചി, പ്രിയപ്പെട്ട ടിൻറ്റി ചേച്ചി, അച്ഛൻ അനിയച്ചാൻ, അവരെയും ഏറെ സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. അവരെ ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കാൻ ആഗ്രഹിച്ച് എന്നോടൊപ്പം ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ അവരെ സ്വർഗത്തിൽ നിന്ന് കാണുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒപ്പം എൻ്റെ സഹപാഠികൾ, സ്കൂളിൽ പഠിച്ചവർ, സെമിനാരിയിൽ പഠിച്ച സഹപാഠികൾ, ശമാശന്മാർ, ബ്രദേഴ്സ് എന്നിവരെയും സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. എല്ലാ ബന്ധുമിത്രാദികളെയും അയൽക്കാരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇനി ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ തിരുപ്പട്ടത്തിൽ ഞാൻ ഏറ്റനോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയുണ്ട്. ബഹുമാനപ്പെട്ട ജോയൽ പൗത്തച്ചൻ. ഞാൻ ജോയൽ അച്ഛനെ പരിചയപ്പെടുന്നത് 2012 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ജോയൽ ബ്രദറാണ്. അവധിക്ക് നാട്ടിലെത്തുമ്പോൾ കുട്ടികളെ മദ്ബഹ ശുശ്രൂഷകൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നൊരു സമയമാണ്. നല്ല സമയം ഞാൻ ഓർക്കുന്നു. അന്ന് തുടങ്ങിയ ബന്ധമാണ്. എന്നെ ആദ്യമായി രൂപം വിശം പഠിപ്പിച്ച, ലേഖനം വായിക്കാൻ പഠിപ്പിച്ച, അതിനുപരി എന്നും എന്നെ ഒരു അനിയനായി കണ്ട് എന്നോടൊപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ട ജോയൽ അച്ഛൻ, പരിശീലന സമയങ്ങളിൽ, എൻ്റെ വീഴ്ചകളിൽ, തളർച്ചകളിൽ എന്നെ താങ്ങി, എന്നെ കരുതി എന്നും ഒരു ആത്മബന്ധം സൂക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനാണ് ബഹുമാനപ്പെട്ട ജോയൽ അച്ഛൻ. എന്നെ അച്ഛനായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രയത്നിച്ച പ്രിയപ്പെട്ട ജോയൽ അച്ഛനിപ്പോൾ റോമിലിരുന്ന് ലൈവ് കാണുന്നുണ്ടെന്നറിയാം. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അച്ഛനോടുള്ള എൻ്റെ സ്നേഹം. എൻ്റെ ഹൃദ്യമായ മനസ്സിൻ്റെ സ്നേഹം മുഴുവൻ തന്ന് അച്ഛനോട് ഈ സമയം ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനിയുള്ളത് എൻ്റെ സഹോദരങ്ങളും മാതാപിതാക്കളുമാണ്. ജ്യേഷ്ഠനും അനിയനും എൻ്റെ ഏറ്റവും വലിയ ബലവും ശക്തിയും ഇവർ രണ്ടുമാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി, ദിവസങ്ങളായി അവർ രണ്ടുപേരും അവരുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വട്ടത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്. കയ്യും മെയ്യും മറന്ന് ഞാൻ ഈ ബലിവേദിയിൽ ബലിയർപ്പിക്കുന്നത് വരെ രണ്ടുപേരും അക്ഷീണം പ്രയത്നിച്ചു. നിങ്ങളൊഴുക്കിയ വിയർപ്പ് തുള്ളികൾ അൽത്താരയിൽ ഞാൻ കാസയിൽ ഒഴിക്കുന്ന വീഞ്ഞു തുള്ളികളോട് ചേർത്ത് ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കും എന്നുള്ള ഒരു വാഗ്ദാനം മാത്രമാണ് എനിക്ക് തരാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടുപേര്, പ്രിൻസ് ബ്രിറ്റോ,
രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടെ അവർ തന്ന സ്നേഹത്തിനും കരുതലിനും തിരുത്തലിനും പരിലാളനയ്ക്കും എന്നും നന്ദി മാത്രമേ പറയാനുള്ളൂ. നന്ദി, 1000 നന്ദി. ഇനി ഓർക്കുന്നത് മാതാപിതാക്കളാണ്. ഏറ്റവും അവസാനം അവരാണല്ലോ ഓർക്കേണ്ടത്. പ്രിയപ്പെട്ട പപ്പായും അമ്മയും രണ്ട് സാധുക്കളായ മനുഷ്യരാണ്. പ്രത്യേകിച്ച് പപ്പ ഒരു പച്ചയായ മനുഷ്യനാണ്, കപടതകളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ. പപ്പായുടെ കാർക്കശ്യമായ സ്വഭാവത്തിന് മുന്നിൽ നിന്നാണ് എൻ്റെ ദൈവവിളി ആരംഭിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ചെറുപ്പത്തിൽ കുർബാനയ്ക്കോ സൺഡേ സ്കൂൾ ക്ലാസ്സിനോ വരാതെ മടി കാണിക്കുമ്പോൾ എന്നെ നിർബന്ധിച്ച ദേവാലയത്തിൽ കൊണ്ടുവന്നിരുന്നത് ഞാൻ ഓർക്കുന്നു. അന്നു മുതലാണ് ഞാൻ ദേവാലയത്തോട് അടുക്കുന്നത്. അതുപോലെ പ്രിയപ്പെട്ട അമ്മ വളരെ ശാന്തവും സൗമ്യവും ഉള്ള സ്വഭാവമുള്ള ഒരമ്മയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ആടി ഉലഞ്ഞ എൻ്റെ മനസ്സിനെ അമ്മയുടെ അടിയുറച്ച വിശ്വാസവും അമ്മ ഉരുട്ടി ചൊല്ലിയ കൊന്തയുമാണ് എനിക്ക് വീണ്ടും വെളിച്ചം തന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ തന്ന സ്നേഹത്തിനും നിങ്ങളുടെ അധ്വാനത്തിനും വാത്സല്യത്തിനും ശിക്ഷണത്തിനും സർവോപരി നിങ്ങൾ പകർന്നു തന്ന വിശ്വാസത്തിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലുള്ള നന്മകൾ മാത്രമേ എനിക്കുള്ളൂ, ഇതിൽ കൂടുതലൊന്നും എനിക്കില്ല. അതുകൊണ്ട് നിങ്ങളോട് നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 1000 നന്ദി. ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാവർക്കും നന്ദി. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, മനഃപൂർവ്വമല്ല. പറയാനുള്ള എൻ്റെ മനസ്സിൽ വന്ന എല്ലാവരെയും ഞാൻ ഓർത്ത് നന്ദി പറഞ്ഞിട്ടുണ്ട്. പട്ടത്തിനും പുത്തൻ കുർബാനയ്ക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്ന എല്ലാവരെയും, ഇന്നിവിടെ ആയിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരെയും ഏറെ സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഒപ്പം എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഞാൻ ആരംഭിച്ചത് ദൈവത്തിന് നന്ദി പറഞ്ഞാണ്, അതിൽ തന്നെ നിർത്തുകയാണ്. തകർന്നു പോയ സ്വപ്നങ്ങളെ തുന്നിച്ചേർത്ത് കുപ്പായമാക്കി തന്ന ദൈവത്തെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തകർച്ച വന്നാൽ നിങ്ങൾ വീണു പോകരുത്. കാരണം ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്, അത് എല്ലാവരെയും പറ്റി പദ്ധതിയുണ്ട്. ആടി ഉലഞ്ഞേക്കാം, നമ്മൾ വിചാരിക്കും നശിച്ചു പോയെന്ന്, പക്ഷെ നശിച്ചു പോകത്തില്ല. ദൈവം തക്ക സമയത്ത് നമ്മളെ എടുത്തുയർത്തും. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.